സ്വീകരിക്കുന്ന ചടങ്ങ് നടത്താം. അതിനുശേഷം പത്രസമ്മേളനത്തിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറയാം. പുതിയതായി ജോയിൻ ചെയ്യുന്നവർ ശ്രീ സജു മോഹൻ, AAP സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ്, SFIയുടെ എക്സ് വട്ടിയൂർക്കാവ് പോളിടെക്നിക് ജനറൽ സെക്രട്ടറി. ശ്രീ അഖിൽ ശങ്കർ, എക്സ് DYFI നാമായിക്കുളം പ്രസിഡന്റ്, കിളിമാനൂർ ഏരിയ കമ്മിറ്റി മെമ്പർ. ശ്രീ BN കിച്ചു, AAP ആറ്റിങ്ങൽ മണ്ഡലം ട്രഷറർ. ശ്രീമതി രശ്മി TS, AAP വിമൻസ് വിംഗ് സ്റ്റേറ്റ് മുൻ സെക്രട്ടറി. ശ്രീ ലക്ഷ്മി ദേവി LS, നെടുമങ്ങാട് വിമൻസ് വിംഗ്. അതോടൊപ്പം തന്നെ ശ്രീമതി രശ്മി ശാസ്തമംഗലത്തെ ഇലക്ഷൻ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു, ശ്രീരേഖ മാമിനെതിരെ. ശ്രീമതി ലക്ഷ്മി ദേവി LS, വിമൻസ്. സന്ധ്യ രാജ്, സ്റ്റേറ്റ് വിമൻസ് വൈസ് പ്രസിഡന്റ്, AAP. ശ്രീ GN രാജു, ആന്റി കറപ്ഷൻ വൈസ് പ്രസിഡന്റ്, AAP. എല്ലാവർക്കും നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഘട്ടത്തിൽ BJPയോടൊപ്പവും NDAയോടൊപ്പവും പ്രവർത്തിക്കാനുള്ള താല്പര്യമുള്ള ആൾക്കാരുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. NDAയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷവും വലതുപക്ഷവും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ BJPയെയും NDAയെയും അതോടൊപ്പം തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെയും വ്യക്തിപരമായിട്ട് ആക്രമിക്കാനും BJPയെയും NDAയെയും അപവാദ പ്രചരണങ്ങൾ നടത്തി ആക്രമിക്കാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇവിടെ ചർച്ച ചെയ്യുന്ന ഡീൽ രാഷ്ട്രീയം. ഡീലിൽ വിദഗ്ധനായിട്ടുള്ള VD സതീശനാണ് ഡീലിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ആരംഭിച്ചിരിക്കുന്നത്. VD സതീശനോടും അതോടൊപ്പം തന്നെ VD സതീശൻ്റെ പാർട്ട്ണറായിട്ടുള്ള ശ്രീ പിണറായി വിജയനോടും BJPക്ക് പറയാനുള്ളത്, കേരളത്തിലെ ഓരോ കൊച്ചുകുട്ടിക്കും അറിയാം BJPയെ തോൽപ്പിക്കാനായി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരുമിച്ച് ചേർന്ന് കേരളത്തിൽ നടത്തിയിട്ടുള്ള കള്ളക്കളി. അത് തിരുവനന്തപുരത്തുനിന്ന് പറഞ്ഞു തുടങ്ങിയാൽ തന്നെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നേമത്ത് ശ്രീ കുമ്മനം രാജശേഖരൻ മത്സരിക്കുമ്പോൾ ആ നേമത്ത് കുമ്മനം രാജശേഖരൻ
വിജയിക്കാതിരിക്കാനായി ചാവേറിനെ പോലെ കടന്നു വന്ന് 3-ാം സ്ഥാനം കൊണ്ട് നാടുവിടേണ്ടി വന്ന കെ മുരളീധരൻ്റെ ലക്ഷ്യം BJPയെ തോൽപ്പിക്കലായിരുന്നു. അതേ മുരളീധരൻ തന്നെയാണ് തൃശ്ശൂരിലും സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ള സാഹചര്യം വന്നപ്പോൾ ഇടതുപക്ഷത്തെ സഹായിക്കാനായി അവിടെ പോയി മത്സരിച്ച് 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തനാകേണ്ടി വന്നത്. BJP ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് ചാവേറാകാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന കെ മുരളീധരനും ആ മുരളീധരൻ്റെ ഉദ്ദേശം അവിടെ CPMനെ വിജയിപ്പിക്കലായിരുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം നേമത്ത് വിജയിച്ചു, പക്ഷേ തൃശ്ശൂരിൽ ഞങ്ങൾ പരാജയപ്പെടുത്തി. അതായിരുന്നു അവിടെ സംഭവിച്ചത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ വട്ടിയൂർക്കാവ് തെരഞ്ഞെടുപ്പിൽ ശ്രീ കുമ്മനം രാജശേഖരൻ മത്സരിക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടുകൾ കെ മുരളീധരന് നൽകിയിട്ടാണ് കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്താനായിട്ട് ശ്രമിച്ചത്. അതും തിരുവനന്തപുരത്തുകാരും വട്ടിയൂർക്കാവുകാരും ആരും മറന്നിട്ടില്ല. കെ മുരളീധരൻ തന്നെ പറഞ്ഞതാണ്, എനിക്ക് ഇടതുപക്ഷ വോട്ട് നൽകി, അങ്ങനെയാണ് ഞാൻ ജയിച്ചത് എന്ന് കെ മുരളീധരൻ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ ഇ ശ്രീധരൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ളൊരു മനുഷ്യൻ, കേരളം ആഗ്രഹിക്കുന്ന, നിയമസഭയിൽ എത്തണമെന്ന് കേരളം പൊതുവെ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഇ ശ്രീധരൻ. അദ്ദേഹത്തെ മുന്നിൽ നിർത്തി പാലക്കാട്ട് BJP NDA മത്സരിച്ചപ്പോൾ ഷാഫി പറമ്പിലിനെ ജയിപ്പിക്കാനായിട്ട് SDPI ഉൾപ്പെടെയുള്ള സംഘടനകളുമായിട്ട് ചേർന്ന് CPM നടത്തിയ വോട്ട് കച്ചവടം, വോട്ട് മറിക്കൽ ഈ കേരളം മറന്നിട്ടില്ല. ഇതുപോലെ നിരവധി ഉദാഹരണങ്ങൾ കേരളത്തിൽ CPMും കോൺഗ്രസും തമ്മിലുള്ള ഡീലിനെ സംബന്ധിച്ച്, കച്ചവടത്തെ സംബന്ധിച്ച്, അതോടൊപ്പം തന്നെ ഒരേ മുന്നണി രണ്ടും ഒന്നാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് BJPക്ക് കേരളത്തിൽ പറയാനുണ്ട്. ഇനി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണെങ്കിൽ തിരുവനന്തപുരം പാർലമെൻറ്റിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമ്പോൾ ഇവിടെ 14-ൽ 13 അസംബ്ലികളിലും ഇടതുപക്ഷ MLAമാരുള്ള ഒരു ജില്ലയാണിത്. ഈ ജില്ലയിൽ എന്തുകൊണ്ട് CPM ഇടതുപക്ഷം 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു? 3 ലക്ഷം വോട്ടിന് താഴേക്ക് എന്തുകൊണ്ട് തള്ളപ്പെട്ടു? ഈ വോട്ടെല്ലാം കൊടുത്തത് ശശി തരൂരിനല്ലേ? BJPയെ തോൽപ്പിക്കാൻ വേണ്ടി പണം വാങ്ങിയും അതോടൊപ്പം തന്നെ SDPയും ജമായത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയ സംഘടനകളുമായിട്ടും ചേർന്ന് BJPയെ തോൽപ്പിക്കാനായിട്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ദശാബ്ദങ്ങളായിട്ട് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡീല്, ആ ഡീലിനെ മറച്ചുവെക്കാനുള്ള ശ്രമമാണ് VD സതീശൻ്റെ ഈ പ്രസ്താവനകളിൽ, UDF നേതാക്കന്മാരുടെ പ്രസ്താവനകളിലൂടെയും അതോടൊപ്പം തന്നെ പിണറായി വിജയൻ്റെ പ്രസ്താവനകളിലൂടെയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ ഇപ്പോഴും പറയുക കോലീബി സഖ്യത്തെക്കുറിച്ച്. പിണറായി വിജയൻ ഇത്രയും കാലഹരണപ്പെടാമോ? 10-30 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരു സാധനം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. കാലം മാറിയതൊന്നും പിണറായി വിജയൻ അറിയുന്നില്ല. ഇന്ന് കോലീബി അല്ല, ഇവിടെ ജമായത്തെയും SDPയും മാർക്സിസ്റ്റും കോൺഗ്രസും ചേർന്നുള്ളൊരു സഖ്യമാണ് കേരളത്തിലുള്ളത്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മുഴുവൻ അതാണുള്ളത്. ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കേരളത്തിലെ പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഒക്കെ ഉള്ളത് മാർക്സിസ്റ്റ്, കോൺഗ്രസ്, ജമായത്തി, SDPI സഖ്യമാണ്. ഈ സഖ്യം BJPക്കെതിരെ മാത്രമല്ല രാജ്യത്തിനെതിരെയും കൂടെ പ്രവർത്തിക്കുന്ന സഖ്യമാണ്. ഈ സഖ്യത്തിൻ്റെ സഖ്യകക്ഷികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പിണറായി വിജയനും VD സതീശനും ഡീലിൻ്റെ പേരും കോലീബി സഖ്യത്തിൻ്റെ പേരുമൊക്കെ പറഞ്ഞാൽ ഈ കേരളം പുച്ഛിച്ച് തള്ളും എന്ന് മാത്രമേ ഈ രണ്ടുപേരോടും ഓർമ്മിപ്പിക്കാൻ BJPക്കുള്ളൂ. അത് ഞങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കും. അത് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ 140 സ്ഥാനാർത്ഥികളെയും മുന്നിൽ നിർത്തി ഏറ്റവും കഴിവുറ്റവരും മികവുറ്റവരും വിജയപ്രതീക്ഷയുള്ളവരുമായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് BJP NDA സഖ്യം രംഗത്തിറക്കിയിരിക്കുന്നത്. സ്ഥാനാർത്ഥികൾ രംഗത്തിറക്കി കഴിഞ്ഞതോടുകൂടി കേരളത്തിൽ NDA BJP സഖ്യം ഏറ്റവും ശക്തമായിട്ടുള്ളൊരു മത്സരത്തിൻ്റെ അന്തരീക്ഷം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ന്
കേരളത്തിൽ 50-ലേറെ മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ മുന്നേറ്റം നടത്താൻ, വിജയത്തിനോടൊപ്പം മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്ന് BJP-ക്കാരല്ലാത്തവർ പോലും പറയുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ 140 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് അതാത് മണ്ഡലങ്ങളിലെ സാഹചര്യങ്ങൾ മുഴുവൻ പരിശോധിച്ച് അതിൻ്റെ സാധ്യതകൾ മുഴുവൻ തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരമാവധി ആൾക്കാരെ ജയിപ്പിച്ചെടുക്കുക എന്ന ഒരു ഉത്തരവാദിത്വത്തോടു കൂടിയാണ്, ഒരു ദൗത്യം എന്ന നിലയിലാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ വിജയത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് കേരളത്തിൽ എക്കാലത്തും കേന്ദ്ര നേതൃത്വം വലിയ പിന്തുണയാണ് നൽകി വരാറുള്ളത്. ശ്രീ നരേന്ദ്രമോദിജി തിരുവനന്തപുരത്തും കൊച്ചിയിലും വന്നു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുന്നോടിയായി. അതോടൊപ്പം തന്നെ ശ്രീ അമിത്ഷാ വിജ്ഞാപനത്തിന് മുന്നോടിയായിട്ട് കേരളത്തിൽ വന്നിരുന്നു. വിജ്ഞാപനത്തിന് ശേഷം സ്ഥാനാർത്ഥികളെല്ലാം രംഗത്തിറങ്ങിയതിന് ശേഷം ഉള്ള BJP-യുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ, ആ പ്രചരണ പരിപാടികളിൽ കഴിഞ്ഞ ദിവസം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ BJP-യുടെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശം പത്രിക നൽകുന്ന സ്ഥലങ്ങളിൽ വന്നിരുന്നു. ഇന്നും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കേരളത്തിലുണ്ട്. നാമനിർദ്ദേശ പത്രിക നൽകുന്ന BJP NDA സ്ഥാനാർത്ഥികൾക്കൊപ്പം അവർ പങ്കെടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരുമൊക്കെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. വീണ്ടും അദ്ദേഹം 29-ാം തീയതി അദ്ദേഹം തൃശ്ശൂരിൽ, അതോടൊപ്പം തന്നെ പാലക്കാട്ടും എത്തും. തൃശ്ശൂരിൽ അദ്ദേഹം പങ്കെടുക്കുന്നത് ഒരു റോഡ് ഷോയിലാണ്. 10,000 പങ്കെടുക്കുന്ന തൃശ്ശൂരിൻ്റെ മണ്ണിനെ വീണ്ടും ഒരു പൂരപ്പറമ്പാക്കി മാറ്റാൻ പറ്റുന്ന അത്യുജ്വലമാർന്ന ആവേശദായകമായ ഒരു റോഡ് ഷോ ആയിരിക്കും നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ തൃശ്ശൂരിൽ ഒരുക്കുന്നത്. NDAയുടെ മുഴുവൻ ശക്തിയും പ്രകടിപ്പിക്കുന്ന ആ റോഡ് ഷോ തൃശ്ശൂരിൽ നടക്കും. അന്നേ ദിവസം തന്നെ പാലക്കാട് ജില്ലയിലെ പ്രവർത്തകരുടെ ഒരു മഹാ റാലി പാലക്കാട്ടും സംഘടിപ്പിക്കും. ആ പാലക്കാട്ട് റാലിയിൽ നരേന്ദ്രമോദിജി പ്രസംഗിക്കും. അങ്ങനെ 29-ാം തീയതി തൃശ്ശൂരിലെ റോഡ് ഷോയും പാലക്കാട്ട് റാലിയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. അതിനെ തുടർന്ന് അദ്ദേഹം വീണ്ടും കേരളത്തിലെത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് ഞങ്ങൾ അറിയിക്കും. അതോടൊപ്പം തന്നെ അമിത്ഷാ, JP നഡ്ഡാജി, നിതിൻ നബീൻ, നാഷണൽ പ്രസിഡന്റ് നിതിൻ നബീൻ, രാജ്നാഥ് സിംഗ് ജി, നിർമ്മല സീതാരാമൻ, ജയശങ്കർ തുടങ്ങിയ കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര നേതാക്കന്മാരും വരും ദിവസങ്ങളിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ, പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നു. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും ഈ അധമ രാഷ്ട്രീയത്തിനെതിരായിട്ട് അതിശക്തമായിട്ട് പോരാടി മുന്നോട്ട് പോകുന്ന BJP-ക്കും NDAയ്ക്കും വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് ശ്രീ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കന്മാരുടെ കേരള സന്ദർശനവും ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കുന്നതും എന്ന് ഞങ്ങൾ വളരെ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ഞങ്ങൾക്ക് VD സതീശനോട് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഇവിടുത്തെ MP-മാരെയൊക്കെ, മത്സരിക്കാൻ നിന്ന MP-മാരെയൊക്കെ തൊടുന്യായങ്ങൾ പറഞ്ഞ് വെട്ടി മൂലയിലിരുത്തിയ VD സതീശനോട് BJP-ക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഗൗരവ് ഗഗോയി എന്ന് പറയുന്ന പാർലമെൻറ്റിലെ പ്രതിപക്ഷ ഉപനേതാവ് ആസാമിൽ അസംബ്ലിയിലേക്ക് മത്സരിക്കുകയാണ്. ശ്രീ K. സുധാകരനോടും അടൂർ പ്രകാശിനോടും ഒക്കെ എന്തോ തൊടുന്യായമൊക്കെ പറഞ്ഞ് അവരെ മൂലയിലൊതുക്കിയ VD സതീശൻ ശ്രീ ഗൗരവ് ഗഗോയിയുടെ അസംബ്ലിയിലേക്കുള്ള സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് കേരളത്തിൽ പ്രതികരിക്കുന്നത് രസകരമായിരിക്കുമെന്ന്
BJPക്ക് തോന്നുകയാണ്. വരെ ഒന്നും ചോദിക്കാനില്ലല്ലോ. കേസ് കൊടുക്കാൻ പറഞ്ഞാൽ കാലം രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വന്ന സമയത്ത് കുറേ കാലമായിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ കൂടെ ഇറങ്ങി അടക്കയല്ലേ. എന്തായി? ഇന്ന് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ എണ്ണം പറഞ്ഞ നേതാവായിട്ട് മാറി. ഈ കഴിഞ്ഞ 70 വർഷമായിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും മുന്നോട്ട് വയ്ക്കാൻ കഴിയാത്ത കേരളത്തിനൊരു പുതിയ പ്രതീക്ഷ നൽകുന്ന നേതാവായിട്ട് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ ഉദിച്ചുയർന്ന് നിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള കപട ആരോപണങ്ങൾ എന്തു കൊണ്ടുവന്നാലും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കുക. മതമാണ് വിഷയം എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ മതവെറിയൻ നേതാക്കന്മാരെ ചുമന്നുകൊണ്ട് കിടക്കുന്ന വി ഡി സതീശൻ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ, വി ഡി സതീശൻ എന്ന് പറയുന്ന വർഗീയവാദികളെ ചുമന്നുകൊണ്ട് കിടക്കുന്ന വി ഡി സതീശൻ എന്ന് പറയുന്ന വർഗീയവാദിക്ക് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ എന്താ അധികാരം? SDPIയുടെ പിന്തുണ ഔദ്യോഗികമായിട്ട് സ്വീകരിച്ച് SDPIക്ക് പാദസേവ ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് BJPയെ വർഗീയവാദി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ എന്ത് അവകാശമാണുള്ളത്? ഞങ്ങൾ ഈ രാജ്യത്ത് മുഴുവൻ ജനതയ്ക്കും ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യാധികാരം, അവകാശമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ 12 വർഷമായിട്ട് മാതൃകാപരമായിട്ട് പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടിയും NDAയും. ഞങ്ങളുടെ മതേതരത്വം ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മൗലിക ശക്തികളുടെ പാദസേവ ചെയ്യുന്ന മതേതരത്വം BJPയുടേതല്ല. BJPയുടേത് വികസന മതേതരത്വമാണ്. ഇൻക്ലൂസീവായിട്ടുള്ള ഒരു പാർട്ടിയാണ് BJP. ആ രീതിയിലുള്ള സമീപനമാണ് നിലനിർത്തുന്നത്. ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഗുരുവായൂരിൽ ഒരു വിശ്വാസി ജയിച്ചു വരണം എന്നുള്ളത്, വിശ്വാസ സമൂഹം നേരിടുന്ന ഭീഷണി ഇന്ന് കേരളത്തിൽ വളരെ വലുതാണ്. കേരളത്തിലെ വിശ്വാസികളുടെ ക്ഷേത്രങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ അവകാശങ്ങളും കൊള്ളയടിക്കുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ആ കൊള്ളയിൽ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ചങ്ങായിമാരാണ്, ഒരുമിച്ച് കൈയിട്ട് വാരുന്നവരാണ്. അങ്ങനെയുള്ളവർ ഭരിക്കുന്ന കേരളത്തിൽ വിശ്വാസികളുടേതായിട്ടുള്ളൊരു MLA വരണമെന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു വിശ്വാസി ആഗ്രഹിച്ചാൽ അതിനെ വർഗീയവാദി എന്ന് വിളിക്കാൻ ആണ് ഓരോരുത്തർ ഒരുമ്പിടുന്നതെങ്കിൽ അത് ഇനി കേരളത്തിൽ നടക്കില്ല എന്ന് മാത്രമേ BJPക്ക് പറയാനുള്ളൂ. ശ്രീ സജു മോഹൻ, AAPയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ്, അദ്ദേഹം 2 വാക്ക്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് നിങ്ങളോടെല്ലാം ആം ആദ്മി പാർട്ടിയുടെ ഭാഗം വിട്ടിട്ട് നമ്മൾ BJPയിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം കൂടെ ഇവിടെ പറയാൻ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. കാരണമെന്ന് പറയുന്നത്, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലും നിലമ്പൂർ ഇലക്ഷനിലും, അതായത് നമ്മളിപ്പോൾ കാണുന്നത് എല്ലാം ദൃശ്യമായ കൂട്ടുകെട്ടുകളാണ്. നമ്മുടെ രാഷ്ട്രീയത്തിൽ ഈ ഇലക്ഷനിൽ കുറച്ച് അദൃശ്യമായ കൂട്ടുകെട്ടുകളെക്കുറിച്ച് കൂടി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതായത് ആം ആദ്മി പാർട്ടി കഴിഞ്ഞ കുറേ ഇലക്ഷനുകളിലായി, അതായത് 2014 മുതലുള്ള ഇലക്ഷനുകളിൽ ഒരു സീറ്റിലും മത്സരിക്കാത്ത പാർട്ടി ഇപ്പോൾ വരുന്ന ഇലക്ഷനിൽ കൃത്യമായിട്ട് മത്സരം സംഘടിപ്പിക്കുകയും അവർ തോന്നിയ വാസം പോലെ 60, 70, 80 സ്ഥാനാർത്ഥികളെ നിലനിർത്തുകയുണ്ടായി. അപ്പോൾ നമ്മൾ കൃത്യമായി പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായതെന്ന് പറയുന്നത്, അതായത് ആം ആദ്മി പാർട്ടിയിൽ പൊതുവേ കൂടുതലുള്ളത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മനോഭാവമുള്ള ആൾക്കാരാണ്. കമ്മ്യൂണിസ്റ്റിന് എതിരാണ് എല്ലാവരും.
അതായത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കോട്ടയം, ഇടുക്കി ഭാഗത്തു നിന്നുള്ള പ്രവർത്തകർ കേരള കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ LDFന്റെ ഭാഗമായപ്പോൾ അവരോടൊപ്പം പോയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയിൽ കൂടുതലായിട്ട് വന്നവരാണ്. അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ ഇലക്ഷൻ റിസൾട്ട് നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ, ഇപ്പോൾ BJPക്ക് കിട്ടേണ്ട വോട്ടുകൾ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിക്ക് കിട്ടേണ്ട വോട്ടുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരെ കിട്ടുന്ന വോട്ടുകൾ ഡിവൈഡ് ചെയ്ത് കളഞ്ഞുകൊണ്ട് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ഒരു ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഒരു വിജയം കണ്ടെത്താനുള്ളൊരു ശ്രമമാണ്. അതായത് ഞാൻ പറയാൻ വന്നത് ആം ആദ്മി പാർട്ടിയുടെയും CPMന്റെയും പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി എന്ന് പറയുന്നത് കോമൺ ആണ്. അതായത് MA ബേബിയാണ് കേരളത്തിലെ ആം ആദ്മി പാർട്ടിയെയും ഇവിടുത്തെ CPMനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ MA ബേബി എന്ത് പറയുന്നോ അത് അച്ചട്ട മുന്നോട്ട് വെച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയം മാത്രം ഉന്നമിട്ടുകൊണ്ട് ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ ചതിക്കുന്ന ഒരു പ്രവർത്തനമാണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് ഇത്രയും നാളും നമ്മൾ കേരളത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇത്രയും പ്രവർത്തകരിൽ പറയാൻ, ഇപ്പോൾ നമ്മൾ ശാസ്തമംഗലത്ത് കൃത്യമായി ഒരു രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ട് അവിടെ ഒരു കൃത്യമായൊരു രാഷ്ട്രീയ ഫൈറ്റ് അല്ലെ ഇലക്ഷൻ ഫൈറ്റ് നടത്തിയ ഇപ്പോൾ രശ്മി, ഇപ്പോൾ സംസ്ഥാനത്തെ പല നേതാക്കൾ, ഇപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ടു വർക്കല വളരെ പ്രമുഖയായ ഒരു നേതാവ് BJP സ്ഥാനാർത്ഥിയായിട്ട് വരികയുണ്ടായി. അപ്പോൾ നമ്മൾ പല മണ്ഡലങ്ങളിൽ നിന്നുള്ള, ഞാൻ വർക്കല നാവായിക്കുളം മണ്ഡലത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഈ പാർട്ടിയുടെ അപജയം, ഈ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ അപജയം ഇനിയും കേരള സമൂഹം സഹിക്കാൻ കഴിയാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഇനിയും സഹിച്ചു കഴിഞ്ഞാൽ കേരളം അറബിക്കടലിലോട്ട് മാത്രമേ താഴ്ന്നു പോവുകയുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ദേശീയ പാർട്ടി എന്ന നിലയിൽ BJP, നമ്മുടെ രാഷ്ട്രത്തെ നയിക്കുന്ന BJP വളരെ ശക്തമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ശരിയായ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട്, സംസാരിച്ചുകൊണ്ട്, ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് ഇവിടെ തിരുവനന്തപുരം നഗരസഭയിൽ തുടങ്ങിയൊരു വിജയം ഞാൻ ഉറപ്പായിട്ടും വർക്കല നിയോജക മണ്ഡലത്തിലും തിരുവനന്തപുരത്തെ 14 നിയോജക മണ്ഡലങ്ങളിലും കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിലും ആ വിജയം ആവർത്തിക്കാൻ കഴിയുമെന്നും ഈ കേരള സംസ്ഥാനത്തെ നമുക്ക് രക്ഷിക്കാൻ കഴിയട്ടെ എന്നും ഞാൻ ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ പാർട്ടിയിലേക്ക് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി. എല്ലാവർക്കും നന്ദി. AAPയുടെ സഹപ്രവർത്തകർ, സംസ്ഥാന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ഇന്ന് BJPയിലേക്ക് വന്ന എല്ലാവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു. മാധ്യമ സുഹൃത്തുക്കൾക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.